എങ്കിലും ഇത്രയും കാര്യം ഞാൻ പ്രാർത്ഥിച്ചാൽ മതി. എന്താ കാര്യം എന്നറിയാമോ? അതിനൊരു ബൈബിൾ ഒരു സ്പിരിച്വൽ ഹിസ്റ്ററി ഉണ്ട്. എന്താണ്? കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. 39 കൊല്ലം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ കൃപാസാൽത്താറ് നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവ് അങ്ങനെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കുന്നു. ഇന്ന് മനസ്സ് കുഴങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് തീരുമാനം എടുക്കണം? അങ്ങോട്ട് പോകണോ പോകണ്ടേ? സംസാരിക്കണോ വേണ്ടേ? കൊടുക്കണോ? ആ സ്ഥലമായാലും ശരി, വഴിയായാലും ശരി, കൊടുക്കണോ വേണ്ടേ? ഇങ്ങനെ ഒരു കൺഫ്യൂഷനുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവ് പരിശുദ്ധാത്മാവ് കൺഫ്യൂഷൻ ഇല്ലാത്ത ആത്മാവല്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഈ വ്യക്തതയുണ്ട് ആ വിഷയത്തെക്കുറിച്ച്. കർത്താവായിരുന്നെങ്കിൽ ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ നിനക്ക് എടുക്കാനുള്ള കൃത്യ ഉത്തരം കിട്ടും. കർത്താവെ, അതുപോലെ തെളിമയുള്ള ഉത്തരങ്ങൾ കിട്ടാൻ അങ്ങയുടെ മക്കളെ ഞാൻ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദുരൂഹമായ സാഹചര്യങ്ങൾ, സന്നിഗ്ധമായിട്ടുള്ള സംസാരങ്ങൾ, ഇടപാടുകൾ, അവിടെയെല്ലാം ഒരു തീരുമാനമെടുക്കാൻ, ഒരു നിലപാടെടുക്കാൻ, ഒരു സംസാരിക്കാൻ കർത്താവ് നിനക്ക് തെളിമയുടെ ആത്മാവിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്കിനി ഭാരപ്പെടുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നിൻ്റെ മക്കളെ പഠിപ്പിക്കണം, ഉന്നത വിദ്യാഭ്യാസം വേണം, അതിനുള്ള തീരുമാനം എടുക്കേണ്ട സമയമാണ്. ഗ്രൂപ്പിനെ കുറിച്ച് സംശയമുണ്ടാകും. കുഞ്ഞുങ്ങളെ ഏത് ഗ്രൂപ്പ് എടുപ്പിക്കണം? എക്കണോമിക്സ് വേണോ, സയൻസ് വേണോ, മാത്സ് വേണോ എന്നൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾ കർത്താവെ, ഇപ്പോഴും ഞാൻ ഈ പ്രഭാതത്തിൽ ആ മാതാപിതാക്കന്മാരെ ഇപ്പോഴും അവരുടെ ശിരസ്സിൽ നിൻ്റെ കൈ വെക്കണം പ്രാർത്ഥിക്കുന്നു. കൃപാസനം നടന്ന 10,000-കണക്കിന് ആരാധനശക്തിയാൽ അവർക്ക് ബോധോദയം ഉണ്ടാകാനും അവരെടുക്കുന്ന തീരുമാനം തെറ്റാതിരിക്കാനും അവർക്ക് അതിൻ്റെ ആത്മവിശ്വാസത്തോടുകൂടി ഇത് കറക്റ്റ് തീരുമാനമാണ് എന്ന് പറഞ്ഞ് അവർക്ക് ദൈവത്തിൻ്റെ കൃപയിലൊരു തീരുമാനം എടുക്കാൻ, മക്കളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരുടെ പഠനത്തെക്കുറിച്ചും കൃത്യമായ തീരുമാനമെടുക്കാൻ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ രോഗികളുണ്ട് ഈശോയെ, അവരെന്ത് സുഖപ്പെടുത്താൻ കാണിക്കുന്നുണ്ട്. കർത്താവ് ശ്വാസകോശ രോഗി, കർത്താവ് രക്തത്തിന് കളർ മാറിയിട്ട് ഓറഞ്ചിൻ്റെ നീര് പോലെ ആയിപ്പോണ രക്തത്തെ, ആ രോഗമുള്ളവരെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നുണ്ട്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തെ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും, പേശികളിലും, അസ്ഥികളിലും, അസ്ഥിക്കുഴലിലും, അസ്ഥിഞരമ്പുകളിലും, ശരീരകോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ വരുമാന മാർഗങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ. നിൻ്റെ കടകമ്പോളങ്ങൾ, വ്യാപാര വ്യവസായങ്ങൾ, ഏജൻസികൾ, നിനക്ക് എവിടുന്നാണ് പണം ലഭിക്കുന്നത്, അതിൻ്റെ തടസ്സമായി നിൽക്കുന്നത്, ആ തടസ്സങ്ങൾ ഈ നിമിഷം ഞാൻ അർപ്പിച്ചിട്ടുള്ള 10,000-കണക്കിന് കുർബാനയുടെ ശക്തിയാൽ ഞാൻ ബന്ധിക്കുന്നു. ദൈവപൈതലെ, നീ സ്വതന്ത്രനാവുക. നിൻ്റെ കാര്യങ്ങൾ നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഉറക്കവും ക്ഷീണവും കൊണ്ടുകൊണ്ട് നിൻ്റെ മനസ്സ് ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം നിന്നെ തളിക്കപ്പെടുകയും നിന്നെ കർത്താവ് വീണ്ടെടുക്കുകയും നിനക്കതീസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ കർത്താവ് നയിച്ചു കൊണ്ടുപോവുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ഇപ്പോൾ പുറപ്പെട്ട് രാത്രി തിരിച്ച് നിന്റെ വീട്ടിലെത്തുന്നവരെ ചെയ്യേണ്ട എല്ലാ ഉദ്യമങ്ങളിലും, ജോലികളിലും, ജോലിഭാരങ്ങളിലും, തീരുമാനങ്ങളിലും, യാത്രകളിലും, ഉപയോഗിക്കുന്ന വാഹനങ്ങളിലും, നടക്കുന്ന എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ശക്തി നിൻ്റെ ഹൃദയത്തെ സ്പരിക്കട്ടെ. നിൻ്റെ ശരീരത്തെ സ്പർശിക്കട്ടെ. നിൻ്റെ കർത്താവിൻ്റെ ശക്തി ഉച്ചമുള്ളംകാലം വരെ നിന്നെ അനുഗ്രഹിക്കട്ടെ.